ദേ സമ്മാനങ്ങൾ നിറയെ, ഓഫറുകൾ അതിലേറെ. ഈ ഓണം ആഘോഷിക്കാൻ വേറെ എന്ത് വേണം? കല്യാണാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1% മുതൽ. കൂടാതെ മൊബൈൽ നമ്പറിലെ അവസാന അക്കത്തിന്റെ 10% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ്. കഴിഞ്ഞില്ല, ഒരു ഡയമണ്ട് ആഭരണം വാങ്ങുമ്പോൾ മറ്റൊന്നിന്റെ പണിക്കൂലി തികച്ചും സൗജന്യം. യു ക്യാൻ ഡിസൈഡ് പണിക്കൂലി. സ്പെഷ്യൽ കൗണ്ടറിലെ ഡിസൈനുകൾ നിങ്ങൾ പറയുന്ന പണിക്കൂലിയിൽ. ഒപ്പം ആന്റിക് നഗാസ് കളക്ഷനുകൾ ഫാക്ടറി വിലയിൽ. അത് മാത്രമല്ല, അത്തം മുതൽ തിരുവോണം വരെ ഓരോ പർച്ചേസിനും അഷ്യോർഡ് ഗിഫ്റ്റ്സ്. ഈ ഓണം ആഘോഷിക്കാം പൊന്നിനേക്കാൾ തിളക്കത്തോടെ. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷം തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് രാവിലെ 9 മണിക്ക് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജനവിഭാഗങ്ങളും വലിയ പോരാട്ടത്തിലേക്ക് വരികയുണ്ടായി. ആ പോരാട്ടത്തിൻ്റെ ഫലമായി കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇവിടെ നേരത്തെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവൻ ബലിയർപ്പിക്കുകയുണ്ടായി. എല്ലാം നഷ്ടപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ എല്ലാം ഫലമായിക്കൊണ്ടാണ് 1947 ഓഗസ്റ്റ് 15 നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത്. അങ്ങനെ ആ സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷം തികയാൻ പോവുകയാണ്. 80 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യം ഒരുപാട് രംഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. എല്ലാ മേഖലയിലും വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 80ാമത് സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുമ്പോൾ നാം എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രതിജ്ഞ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ച ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഉയർത്തിയ മുദ്രാവാക്യമാണ്. അവരുയർത്തിയത് ഒരേയൊരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നതാണ്. ഒരു തരത്തിലുമുള്ള ഭേദചിന്തകളില്ലാതെ, ജാതിയുടേതോ മതത്തിൻ്റേതോ ഭാഷയുടേതോ വർണ്ണത്തിൻ്റേതോ ആയ ആ നിലയിലുള്ള ഒരു ഭേദചിന്തയുമില്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒറ്റക്കെട്ടായി നാം ഇന്ത്യക്കാർ എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി അണിനിരക്കേണ്ടവരാണ് നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ രാജ്യത്തെ ഓരോ പൗരന്മാരും എന്നതാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP മദനൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, കൗൺസിലർമാരായ PN വൈശാഖ്, SAA ആസാദ്, തലപ്പള്ളി തഹസിൽദാർ C സന്തോഷ് എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PG ജയദീപ്, MA വേലായുധൻ, സെലക്ട് മുഹമ്മദ്, മനോജ് കടമ്പാട്ട്, ജോണി ചിറ്റലപ്പള്ളി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് നടന്നു. പ്രജ്വൽ PS, സ്റ്റേജിലേക്ക് വരണം. മാളവിക K, ഗവൺമെന്റ് നന്ദന മരിയ, ഹനീൻ അബ്ദുൾ വാരിസ്. സ്കൂളിൽ ടീച്ചർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.